അങ്ങനെ വെളിൻ്റെ ഭയങ്കര പ്രശ്നം. വെളി എൻ്റെ ഫേസും കൂടി കാണാൻ കഴിയുന്നില്ല, എന്താക്കുന്നറിയില്ല. അപ്പോൾ ഇത് ചാർജ് നിൽക്കുന്നില്ല, ഇത് വലിയ ചോറായിട്ട് പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് തീയെല്ലാം ഇട്ടൊരു ഫെയർ ക്യാമ്പിങ് ആക്കി, കണ്ട കെട്ടുപോയി. വെളി അത്ര തന്നെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ചായ വെച്ചിട്ട് കുടിക്കണം. എന്താ ഗൈസ്, ആ ഭാഗത്ത് നിന്ന് ചെറിയൊരു ശബ്ദം കേൾക്കും. അവിടെ നിന്ന് ഇങ്ങനെ ബെല്ല വന്ദിക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നു. ഇവിടെ ഇല്ലെങ്കിൽ ഇന്ന ഓർഡർ എടുത്തിട്ട് വേണം കൊടുക്കാൻ. അപ്പം നല്ലൊരു സ്ഥലം. പിന്നെ എന്തെങ്കിലും നമ്മൾ വേണ്ട പോലെ എന്തൊക്കെ രീതിയൊന്നും ഇല്ലാന്ന് ഒരു വേണ്ട പോലെ നമുക്ക് ചെയ്തു തരുന്നു. ആൾക്കാർ നല്ല മോശമല്ല സപ്പോർട്ട്. അപ്പോൾ നമുക്ക് എണിക്കാൻ പിടിക്കാൻ എക്സ്ട്രാ വീട്ടിങ് എല്ലാം ഇങ്ങോട്ട് വരാം. പിന്നെ അതുപോലെ നമ്മളെ നിങ്ങളെ മെയിൻ എന്താ അഷ്റഫ് ഏട്ടാ പോലെ എൻ്റെ പുത്തികൽ എന്നില്ലെങ്കിൽ അങ്ങോട്ടെങ്ങോ ശരി. അപ്പോൾ നമ്മൾ ഇല്ല സീതാങ്കൊല്ലി ആ ഭാഗത്ത് ഉള്ളുണ്ടോ? ഞാൻ പിന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് ലേറ്റോ? അതാണ് ഞാൻ ഓക്കെ പോലെ പോകും. പിന്നെ ഒരു ലേഡീസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ അപ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്ടെന്ന് പറഞ്ഞൊരില് ഞാൻ വണ്ടിയുടെ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലതാ, ഫുള്ള് കണ്ടില്ല. ഞാൻ പിന്നെ ഗ്ലാസ് എല്ലാം മടക്കിയിട്ട് ഇതാക്കി കൊടുത്തോളൂ, പോകുന്ന പോയിക്കോട്ടെ. പിന്നെ ഹലോ ഗെയ്സ്, ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ മൈ ട്രാവൽ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാണ്ട് കുറേ ദിവസമായി. കാരണം പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്തായിട്ടുള്ള കുറച്ച് ഇഷ്യൂ കാര്യങ്ങളെല്ലാം ആയിട്ട് ചെയ്യാൻ പറ്റില്ല. മുട്ടുവേദന എല്ലാം ആയിട്ട് പിന്നെ വീണ്ടും പൂണിട്ട് ആർത്തേക്ക് എന്നെ കൊണ്ട് അതേ മുട്ടിലേക്ക് കൊണ്ട് വീണ്ടും വേദനയായി. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഉണ്ടായി. അതുകൊണ്ടാണ് വീഡിയോ ഭയങ്കര ഡിലേ ആയത്. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കാനൊന്നും മറന്നിരണ്ട. അപ്പോൾ ഞാനിപ്പോൾ എന്താക്കുന്നില്ലെങ്കിൽ എനിക്കിപ്പോൾ 1-2 സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്കിപ്പോൾ പിന്നെ ക്യാമ്പിംഗ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം ഉണ്ടാകുന്നിട്ട് നോക്കുന്നത്. അതെൻ്റെ പൂച്ചയുണ്ട്, ചുണ്ണീസ് എന്ന് പറഞ്ഞ പൂച്ച. ചുണ്ണി അതാണ് നമ്മളെ ചുണ്ണീസ് എന്ന് പറയുന്ന പൂച്ച. അതിന് കുറച്ച് വലുതായെങ്കിൽ കൂട്ടായിരുന്നു ഒക്കെ. അതെൻ്റെ തന്നെ വരും എടുത്തേക്ക് വേണം. അങ്ങനത്തെ ഒരു സാധനം അത്. 2 നായ്ക്കുഞ്ഞ് കിട്ടിയാൽ നല്ലേ. ഇപ്പോൾ ഏതായാലും ഞാൻ എന്താക്കുന്ന പറഞ്ഞു, ഇപ്പോൾ നേരെ പോയിട്ട് ബദിർക്കം ഭാഗത്തൊക്കെ പോന്നു. ഇപ്പോൾ ഞാൻ പറയലുണ്ടല്ലോ, പോയിട്ട് അങ്ങോട്ടേടെങ്കിലും നല്ലൊരു ജാഗ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് നൈറ്റ് ഒരു ക്യാമ്പിങ് ചെയ്യാം. പോകുന്ന കുറച്ച് കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഓക്കെ. അപ്പോൾ ഗെയ്സ്, ഞാൻ നമ്മൾ വണ്ടി പോരാതെ ഞാൻ എടുത്ത് അപ്പം നേരെ പതിർക്കം പോയിട്ടുണ്ട്. പിന്നെ ഒരു കഥ ഉണ്ട്. ഞങ്ങൾക്ക് മമ്മൂച്ച വിളിച്ചിട്ടുണ്ടായിനി, ഇന്നലെ വിളിച്ചിട്ട് മമ്മൂച്ചയിൽ പിന്നെ ഞാനെന്ത് പറഞ്ഞിട്ടാ. അപ്പം അയാളെന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, പിന്നെ നാട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ട് ഇപ്പം വീഡിയോ എടുക്കാൻ പോക്കില്ലേ, എന്ത് കഥ എന്നെല്ലാം. അങ്ങനെ ചിലപ്പോൾ ഇപ്പം അയാളെ പൊരണ്ടെല്ലാം പിന്നെ പൊളിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്നോട് പറഞ്ഞെന്തില്ലെങ്കിൽ വേണമെങ്കിൽ ഇന്ന് വരെ അല്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് വരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് ഇതാക്കിയിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടി നമുക്ക് പോയിട്ട് അവിടെ വീഡിയോ എടുക്കാതിരിക്കാം. മമ്മൂച്ചാനോട് വണ്ടിയിൽ കുത്താനുള്ള ഒരു ചാർജറിൻ്റെ സോക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ ഓൾറെഡി ആയിട്ട് ഒന്ന് ഉണ്ടെങ്കിലും നമുക്ക് ലോങ്ങെല്ലാം പോകുമ്പോൾ പാണല്ലോ. അപ്പോൾ 2 വേണ്ടി വരുമല്ലോ എന്തായാലും. അപ്പോൾ 2 ഉണ്ടെങ്കിൽ നല്ലല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും കുത്തുന്നെങ്കിലോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മളുടെ ബദിയടുക്കത്ത് മുകളിൽ ബജാറിലുള്ള ഒരു ഷോപ്പാണ് ഇതായി കാണുന്നത്, റാസ് ഓട്ടോ കാറല്ലേ, ഓട്ടോ കാർ. ചാബി സെക്ഷൻ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കാം വേണമെങ്കിൽ അല്ലേ. നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ പീടിയിലത്തെ ഷോപ്പിൻ്റെ ആളില്ല, അയാളുടെ ബൈക്കാൻ പോയിനല്ല. എന്താ ഇവിടെ എല്ലാ ഐറ്റംസും ഏകദേശം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറിൻ്റെ സെറ്റിംഗ് എക്സ്ട്രാ സെറ്റിങ്സ് എല്ലാം ആക്കി തരും. സബ് അത് ഇതെല്ലാം കാണിച്ചിരുന്നു. എല്ലാ വക വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ വേണം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ ഇല്ലെങ്കിൽ ഇന്ന ഓർഡർ എടുത്തിട്ട് വേണം കൊടുക്കാൻ. അപ്പം നല്ലൊരു സ്ഥലം. പിന്നെ എന്തെങ്കിലും നമ്മൾ വേണ്ട പോലെ എന്തൊക്കെ രീതിയൊന്നും ഇല്ലാന്ന് ഒരു വേണ്ട പോലെ നമുക്ക് ചെയ്തു തരുന്നു. ആൾക്കാർ നല്ല മോശമല്ല സപ്പോർട്ട്. അപ്പോൾ നമുക്ക് എണിക്കാൻ പിടിക്കാൻ എക്സ്ട്രാ വീട്ടിങ് എല്ലാം ഇങ്ങോട്ട് വരാം. പിന്നെ അതുപോലെ നമ്മളെ നിങ്ങളെ മെയിൻ എന്താ അഷ്റഫ് ഏട്ടാ പോലെ എൻ്റെ പുത്തികൽ എന്നില്ലെങ്കിൽ അങ്ങോട്ടെങ്ങോ ശരി. അപ്പോൾ നമ്മൾ സീതാങ്കൊല്ലി ആ ഭാഗത്ത് മൊയ്മാത്തല്ല ഉണ്ടല്ലോ, ആ ഭാഗത്താണ്.
അപ്പൊ പിന്നെ നിങ്ങളിപ്പോ ചാവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിന്റെ ചാവി എന്താ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനെന്ത് നിങ്ങളെത്തൊക്കെ കൊണ്ടുവരേണ്ട പ്രൂഫ് എന്ത്? അപ്പൊ നിങ്ങൾ വരുമ്പോ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചാവിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ID കൊണ്ടുവരാ. പിന്നെ അതുപോലെ തന്നെ RCന്റെ കോപ്പി. ചാവിന്റെ സെക്ഷൻ ഇപ്പൊ ഇയാൾക്ക് വേണ്ട എങ്ങനത്തെ ചാവി സെറ്റ് ഫുള്ളാക്കി കൊടുക്കല്ലോ എങ്ങനത്തും അല്ല. വലിയ ഓവർ റേഞ്ച് ഒന്നും ഇല്ലല്ലോ പൈസ. ഇതാ ഇവിടെ ഓൾറെഡി പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അത് പിന്നെ കുറേ സ്ഥലത്തെല്ലാം ഒന്നല്ലെങ്കിൽ ഞാൻ കാസർഗോഡ് ഭാഗത്തിൽ പോയിട്ടുണ്ട്. ചില സ്ഥലത്തിന് ഓവറായിട്ടുള്ള നമ്മളോട് പൈസ ഈടാക്കുന്നു. നിങ്ങൾ എത്ര മണിക്ക് ബന്ധാക്കല്? 6 മണിയാകുമ്പോൾ രാവിലെ. അപ്പോൾ 9 മണിയാകുമ്പോക്ക് തുറക്കുന്നു. 6 മണിയാകുമ്പോൾ പിന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ 2 സെക്ഷൻ ആയിട്ടുണ്ട്. ഒന്നിപ്പോൾ ഇയാളെ ചാവിൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു ചാർജിങ്ങിൻ്റെ സോക്കറ്റ് വേണം എനിക്ക്. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് എല്ലാം ഇവിടെ. അപ്പോൾ അയാൾ പോയിന് അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ? ചോറ് കഴിക്കാൻ ഒരുപാട് ആക്സസറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സും ലൈറ്റ് ഉണ്ട്. എൻ്റെ ഇത് പോളിഷല്ലേ? പോളിഷ് ബൈക്കിലൊക്കെ ഇതാക്കാൻ അതിൽ കൂടിയതുണ്ടാവല്ലോ നല്ലത് ക്വാളിറ്റി. ഈ സാധനം എന്ത് ഇതൊന്നെടുത്ത് നോക്കട്ടെ. അത് ഞാൻ മറ്റേ ഗ്ലാസ് ക്ലീൻ ആക്കുന്നത് ഞാൻ തോന്നുന്നു അല്ലേ? അതന്നെയാ സംഭവം. നോക്കട്ടെ. അതെ അതെ അതെ. അപ്പം ഗൈസ് ഇതൊരു സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം എന്തില്ലെങ്കിൽ നമ്മൾ ഈ ബോറിൻ്റെ വെള്ളത്തിലെല്ലാം പിന്നെ വണ്ടി കയ്യുന്നുണ്ടല്ലോ ഫുള്ള് ഗ്ലാസ്സിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ ഇതിട്ട് ക്ലീനാക്കി നല്ല പുതിയതായിട്ട് ഇത് കിട്ടും. എത്ര പൈസ ഇതിൽ എഴുതിയിട്ടുണ്ടാവും? ഞാൻ നോക്കട്ടെ. അല്ല ഇതിൽ എഴുതിയിട്ടുണ്ടാവും അല്ല, ഈ എഴുതി എത്ര വാങ്ങില്ല. ഇതിൽ 299 റുപ്യ എഴുതിയിട്ടുണ്ട് MRP. അപ്പം അത്ര കൊടുക്കണ്ടല്ലോ, അതെല്ലാം കുറയും അല്ല. ഇത് നല്ല സാധനമാണ്. ഇപ്പം ഇതൊന്നും നമുക്ക് വാങ്ങണ വെച്ചിട്ടുണ്ടായി. നല്ല സാധനം ഇത്, നല്ല ക്ലീൻ ആവുന്ന സാധനം. ഇത് ഇട്ടെങ്കില്ല ഗ്ലാസിൻ്റെ കറെല്ലാം പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഒന്ന് മുകളിൽ പോയിട്ട് നമുക്ക് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഇടുന്നുണ്ടോ പോയിട്ട് നോക്കണം. അപ്പോൾ ഞാനപ്പം ഈ തൈലെല്ലാം പോയിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ക്യാമ്പിങ്ങിൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നോക്കാം എന്തുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാം. നിങ്ങളെ എത്ര ഇത് കോൺടാക്ട് നമ്പർ പറഞ്ഞു? 9497111786. ഓക്കെ. അപ്പം ഞാൻ പോന്നപ്പോൾ അപ്പോൾ വീഡിയോയിൽ സബ്സ്ക്രൈബ് എല്ലാം ആക്കിനി ഇപ്പോൾ ഇയാൾ. പിന്നെ കുറച്ച് വേണമെങ്കിൽ ആക്കിയും ഫ്രണ്ട്സുമാർക്കെല്ലാം ഷെയർ ചെയ്ത് വീഡിയോയിലും എല്ലാം നേരം നോക്കി കണ്ടിന്യൂ അല്ല. അപ്പോൾ നമുക്ക് നേരെ പോവാ ആ ഭാഗത്ത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് പോകുന്നു. അപ്പോൾ വരുന്നവാ. ശരി, കാണാം. ഞാനിപ്പോൾ ബദിയക്കം മീറ്റർ വന്നിട്ടുണ്ട്. വന്നിട്ട് പിന്നെ പറഞ്ഞില്ല ഒരു പിന്നെ നമുക്ക് വണ്ടിക്ക് കുത്താൻ വേണ്ടിയിട്ട് ചാർജിന് കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ ഒരു സബ്സ്ക്രൈബും കൂടിയാണ് ഇതിൻ്റെ ഓണർ സതീശൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഭയങ്കര തിരക്കിലുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസ് സാധനം ഉണ്ടാവില്ല, പുള്ളി എന്ത് വേണമെങ്കിലും ഉണ്ട്. ഇതിൻ്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം ആദ്യം. അല്ല ബ്രോ, ഇതിൻ്റെ പേരെന്ത്? ധൻരാജ് അല്ല? തിരക്കിലുണ്ടാവല്ല? അതെ, കുറച്ച് തിരക്കിലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ വക ഐറ്റംസും നല്ല സാധനം കിട്ടും നമുക്ക് ഇവിടെ എന്ത് വന്നാൽ. ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങി, ERDൻ്റെ സാധനം. പിന്നെ എൻ്റെ ഒരു മെയിൻ എൻ്റെ ഒരു ചങ്കായിട്ടുള്ളൊരു സബ്സ്ക്രൈബിനെ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തില്ല. ഹായ് പറഞ്ഞ്. അപ്പോൾ സതീശനാന്ന് ഇയാളെ പേര് അല്ല? എന്തല്ല സതീശൻ. നല്ല മനുഷ്യന്മാരോട് നല്ല ബിഹേവ് ചെയ്യുന്നത്. അതാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. ഞാൻ ഏകദേശം സാധനങ്ങളിൽ അടുക്കൽ ഇടുന്നുണ്ട് ഓരോ സാധനം. ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു 128 GB സാൻഡിസ്ക് ഒന്ന് വാങ്ങാനുണ്ട്. അപ്പോൾ അത് സാധനം ഉണ്ട്. അപ്പോൾ എൻ്റെ മറ്റേ പുതിയ ഒരു ആക്ഷൻ ക്യാമറ ഉണ്ടല്ലോ, അതിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ എടുക്കും. അപ്പം അങ്ങനെയാണ് അതെ. ഇപ്പം ഞാൻ വാങ്ങിയത് ERDൻ്റെ കാണിച്ചു തരാം. അപ്പോൾ 6 മാസം വാറണ്ടി ഉണ്ട് അല്ലേ സതീശ? 6 മാസത്തെ വാറണ്ടി ഉണ്ട്. അത് വാറണ്ടിയോട് കൂടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കാസർഗോഡൊന്നും പോകേണ്ട ആവശ്യമില്ലാന്ന്. നമുക്ക് ഇടന്നുണ്ടെങ്കിൽ ഇടന്ന് വന്ന സാധനം കിട്ടുന്നത്. ഇപ്പോൾ കാസർഗോഡ് വലിയ വില കുറയാനൊന്നുമില്ല. വില വേണമെങ്കിൽ കണക്കൂട്ടെങ്കിൽ ആടെ കൂടും, വീടാണെങ്കിൽ കുറയുന്നു. നല്ല പോലെ ഒരു വലിയ ലാഭം എടുക്കാൻ തന്നെ തരുന്നുണ്ട് സാർ. അപ്പോൾ എല്ലാം പറഞ്ഞില്ല വരുന്നോ? അപ്പോൾ എന്ത് സാധനം വേണമെങ്കിൽ മൊബൈലിൻ്റെ ഐറ്റംസ് എല്ലാം വേണമെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ ഞാൻ ഇവിടെ ബോർഡും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. സതീശ കേട്ടോ, ഉണ്ടോ? കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മളെ ബദിയക്കം മീത്തലബാജാറാണ്. പിന്നെ ഞാൻ ഏതായാലും എന്താക്കുന്നറിയോ, ഞാൻ നേരെ പോകുന്നത്. ഇനിയിപ്പോൾ എന്ത് മേങ്ങാനൊന്നുമില്ല. അത് വെച്ചിട്ട് ഞാൻ ചെക്കാക്കിയിട്ടെല്ലാം നോക്കി, വണ്ടിയിൽ വെച്ച് ചെക്കാക്കിയിട്ട് നോക്കിയെല്ലാം ലോക്കാണ്. സാധനം നല്ലുണ്ട്, മോശമില്ല. ഞാൻ പാടാൻ നിങ്ങൾക്കൊന്ന് ഞാൻ ഒന്നും കൂടി ഞാൻ കുത്തിരി കാണിച്ചു തരാം. അതിന് ക്യാമറ ഇതെല്ലാം ആക്കിയിട്ട് സെറ്റാക്കിയിട്ട്
ഇങ്ങനെ കുത്താം. നിങ്ങൾക്ക് അറിയുന്നില്ല, ഞാൻ കാണിക്കുന്നെങ്കിലും വർക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ നോക്കിനെ. പിന്നെ ഇതിൽ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇതെന്തെങ്കിലും ഫാസ്റ്റ് ചാർജർ. അപ്പോൾ ഫാസ്റ്റ് ചാർജർ നമുക്ക് 20 വാട്ട്സ് വരെ ഔട്ട്പുട്ടിങ് കിട്ടുന്നുണ്ട്. അതായത് പിന്നെ അയാൾ പറഞ്ഞിങ്ങനെ അല്ലെങ്കിൽ ഒരു 4 ആംസിൻ്റെ അത്ര തന്നെ പേര് 3 ആംസിൻ്റെ കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ C2C പോർട്ട് കണക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാവും. എന്തെങ്കിലില്ലേ നമുക്കിപ്പോൾ മൈക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതാക്കിയിട്ട് മൈക്കിലേക്ക് ഒന്ന് കൊടുക്കാം, നമുക്ക് ചാർജ് ആക്കാം. അപ്പം അങ്ങനത്തെ എല്ലാം കഥ. പിന്നെ മെയിൻ എനിക്കൊന്ന് മുടിയെടുക്കണമായിരുന്നു. മുടിയെടുക്കേണ്ട കുറേ ആയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കാല് വേദന എല്ലാം ആയിട്ട് പുരലിനായി കുറച്ച് ദിവസം. ഇപ്പോൾ ഇന്ന പിടിയിൽ ഉണ്ടെങ്കിൽ പോയിട്ട് അവിടെ നിന്ന് മുടിയിലെടുത്തിട്ട് നൈറ്റ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ ഒന്ന് മുടിയിലെടുത്തിട്ട് പോകാൻ നിന്നിട്ട് പരിപാടിയിൽ തന്നെ അപ്പോൾ നിന്നിട്ട് 2 പ്രാവശ്യം ഞാൻ വന്നിട്ട് അവിടെ ആ ഭാഗത്താണ് മുടിയെടുക്കുന്ന വീട്. അപ്പോൾ മുടിയെടുത്തിട്ട് ഇനിയിപ്പോൾ ആയി സമയമായി, ഒരു 4 മണിയോളമായി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് എത്തണം. പിന്നെ എങ്ങനെ മുടിയെടുത്ത് കട്ടിങ്ങെല്ലാം കറക്റ്റായി ഇങ്ങനെ ജോലിയാണ്. മിലിറ്ററി കട്ടാണ് ആക്കിനെ. മിലിറ്ററി കട്ടർക്ക് ഞാൻ പറഞ്ഞിനെ, ഓനെന്ത് കട്ടാക്കിയില്ലെന്ന് അറിയില്ല. അപ്പം നമുക്ക് പോകാമല്ലോ. പിന്നെ ഇപ്പം ഈ സ്കൂളെല്ലാം വിട്ടിട്ട് 4 മണിയായി. ഇപ്പം സ്കൂളെല്ലാം വിട്ടല്ലേ, സ്കൂളിൽ വിട്ടിട്ട് പിള്ളമാരെല്ലാം പോകുന്നുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് നമുക്ക് നേരെ പോവാം അങ്ങോട്ട്. അപ്പം ഗൈസ് നമ്മൾ വീടിന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പോകാൻ തോന്നുന്നു. നമുക്ക് ഇനി അടുത്തോട്ട് പോയെങ്കിലെന്താ ഇവിടെ നല്ല ജാഗ ഉണ്ട്, നമുക്കൊന്ന് പോയിട്ട് നോക്കാം. ഇതിലൂടെ പോയിട്ട് ഈ ഭാഗത്തൊന്ന് കട്ടാക്കിയിട്ട് പോവാം. എങ്ങനെയുണ്ട് ജാഗ, എങ്ങനെയുണ്ട് നോക്കാം. നല്ലൊരു സ്ഥലം കിട്ടിയെങ്കിലേ. ഓഫ് റോഡാണ്. സംഭവം ഭയങ്കര ഓഫ് റോഡാണ് ഇതിലൂടെക്ക്. റോഡ് ഭയങ്കര മോശമായിരുന്നു. എത്രത്തോളം നമുക്ക് വേറെ പോകാന്നറിയില്ല. അപ്പോൾ ഇതിനെ പോയെങ്കിൽ നമുക്ക് കിട്ടുന്നല്ല, നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുള്ള സ്പോട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര റോഡ് പോയിണ്ടാ. ഒരു പെണ്ണ് വരുന്നുണ്ട്, അവൾ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ. പോയല്ലേ, ഞാൻ കുറച്ചങ്ങോട്ടാക്കി തരാം. പോയിക്കോ. ഉള്ളുണ്ടോ? ഞാൻ പിന്നീട് പോകുമ്പോൾ നിങ്ങൾക്ക് ലേറ്റാവും, അതാണ് ഞാൻ. ഓക്കെ പോലെ പോകും. പിന്നെ ഒരു ലേഡീസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്ടെന്ന് പറഞ്ഞൊരില് ഞാൻ വണ്ടിയുടെ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഇതാ ഫുള്ള് കണ്ടില്ലേ. ഞാൻ പിന്നെ ഗ്ലാസ് എല്ലാം മടക്കിയിട്ട് ഇതാക്കി കൊടുത്തോളൂ, പോയിക്കോട്ടെ. പിന്നെ നമ്മൾ വണ്ടീൻ്റെ ബാക്കിൽ തന്നെ വന്നിട്ട് തൂളെല്ലാം പാറിയിട്ട് കണ്ണൊക്കെ ഓടി പോവാം. ഞമ്മ ആരും ഉപദ്രവിക്കല്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്ക്. ഞാൻ കയ്യിൽ നിന്ന് ഹെൽപ്പായിക്കൊണ്ടേ പോവാതിരിക്കെങ്കിലും, ആണ്ണായാലും പെണ്ണിനെ കാര്യമില്ല. എനിക്കിപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സൈഡ് കൊടുക്കണ്ട. 10-50 വേറൊരു ഓട്ടോറിക്ഷയും വരുന്നുണ്ട്. ഇത് എടുക്കാൻ പോകുന്ന റോഡ് ആയിട്ടുണ്ടാവും എനിക്കറിയില്ല ശരിക്കും. ഓനും പോന്ന പോട്ടല്ലേ, ഓനും പോന്ന പയ്യ എടുക്കാം നമുക്ക്. മല്ലേ അങ്ങനെ ഓനും പോയില്ലോടി. അപ്പൊ ഏടെ പോകുന്ന റോഡായിട്ടുണ്ടാവും. ഭയങ്കര മോശം റോഡ്. എൻ്റെ മോനെ, എന്ത് ഭയങ്കര റോഡ്. ഇവിടെ ഞാൻ വിചാരിക്കുന്ന സൈഡ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മെല്ലെ കയറി പോയാലോ. ഫുള്ള് ഓഫ് റോഡ് ഇല്ലാണ്ടില്ല. ഭയങ്കര ഓഫ് റോഡാണ്. ടയറിലൊന്നാകെ തിരിയുന്നുണ്ട്. ടയറ് തിരിഞ്ഞിട്ട് ഒന്നാകെ ധൂള് മണ്ണും പൊടിയും തേച്ച് പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് ഓഫ് റോഡ് വേണ്ട ഭാഗത്തൊക്കെ.
ഇതിൽ മെല്ലെ പോയി നോക്കാല. നമുക്ക് ഈലൊരു കാര്യം തരണം. നമുക്ക് ഓട്ടോയിൽ വന്നിട്ടുണ്ടല്ലോ നല്ല നേരെ വരാൻ പറ്റുന്നു. ഇതാകുമ്പോ നമുക്ക് നോക്കണം ഇതിൽ മുട്ടോ തട്ടോ അടിമുട്ടുന്നുണ്ടാ. സ്ഥലമില്ല ആ ഭാഗത്ത് ഈ ഭാഗത്തൊന്നും അല്ലല്ലേ. ഏതായാലും നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഉണ്ടാവില്ല. റബ്ബറിന്റെ കാട് കാണുന്നത്. നമുക്കിനി ഏതായാലും ഈ സൈഡ് വെച്ചിട്ട് ആ ഭാഗത്തായിട്ട് കയറിയെങ്കിലും അല്ലേ. കുറച്ചൊരു അര കിലോമീറ്ററിന്റെ മുകളിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. നല്ല തണുപ്പല്ലുണ്ടാവും. എടുക്കാതെ അങ്ങോട്ടൊരു റോഡ് പോകുന്നത് എടുത്തോളം പോകുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ ഇപ്പം വന്ന റോഡ് ഉണ്ടല്ലേ ഇതായിട്ട് ഫുള്ള് റഫ് റോഡ്. പിന്നീട് തോട്ടം കാര്യമെല്ലാം ഉണ്ട്. തോട്ടമുണ്ട്. ഇത് ആ ഭാഗത്തൊക്കെ ഫുള്ള് റബ്ബർ. അപ്പോൾ ഗൈസ് ഞാൻ ആടുന്ന് മുപ്പാട്ടമ്മ തിരിച്ചല്ല. ആടുന്ന് കുറേ ഇങ്ങോട്ട് കയറി. ആടുന്ന് അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവിങ് ആക്കണം ചെയ്യണം. ചെറിയ റോഡ് കുണ്ടും കുയ്യെല്ലായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല വരുന്ന വഴിയിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ കയറിയിട്ട് നമുക്ക് ഇതാ ഇതിലൊരു റോഡ് കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ പഴയതെല്ലാം മെയിനിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മുകളിലോട്ട് റോഡ് കാണുന്നത്. ഇനി നടന്നിട്ട് പോകാല്ലാണ്ട് വേറെ എന്താ വഴിയില്ല. അപ്പോൾ നടന്നിട്ട് പോവാം. അപ്പോൾ ഇത് റോഡുണ്ട്. ബാഗെല്ലാം ഇട്ടിട്ട് നടന്നിട്ട് പോവാം. നേരെ മുമ്പോട്ട് പോവാം. അവിടെ നമുക്ക് നൈറ്റ് ക്യാമ്പ് അടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അടിക്കാം. മാത്രമേ ഇവിടെ നമുക്കൊന്ന് രാവിലത്തെ നല്ല സൺറൈസിൻ്റെ വ്യൂ എല്ലാം നല്ല ഉണ്ടാവും. മോർണിംഗ് വ്യൂ. പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ. ആകാശമെല്ലാം കണ്ടില്ലേ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെ മമ്മൂച്ച വന്നിനെങ്കിൽ നല്ല എന്താ പറഞ്ഞെങ്കിലേ വെറും ഇരുട്ടായിട്ട് ഇപ്പോൾ ഇതാ അങ്ങനെ നല്ല സൗണ്ട് കേൾക്കുന്നു. ബെല്ലേ നല്ല എന്തെന്ന് അറിയില്ല. ഞാൻ ടെൻറ്റ് ഇപ്പോൾ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കുറച്ചും കൂടി ഇതിൻ്റെ ബ്രൈറ്റ് കുറക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നേരം വെളുക്കോളം കത്തിക്കുന്നില്ലെങ്കിലും കുറച്ച് കുറച്ച് വെക്കാം. ഇത്ര മതി. നമുക്ക് പിന്നെ ഇവിടെ ബെറെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ബെറുണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ അയ്യോ. ഇത് കെണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഉണ്ടായിരുന്നു. മോശമല്ല, ഒരുമാതിരി ഉണ്ട്. പിന്നെ അതിൻ്റെ അടിക്ക് ഞാൻ പ്ലാസ്റ്റിക്കും പിരിച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു ലെവൽ സ്ഥലമല്ല. ഈ വണ്ടിയെല്ലാം പോയ വഴിയുന്നത് ഈ റോഡാക്കിയിട്ട് റോഡായ വഴി ഇത്. അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് കുയ്യെല്ലാം ഉണ്ട്. കിടക്കും ചിലപ്പോൾ നടുമ്പിലെല്ലാം വരും. നമുക്ക് ചെറുങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ലെഗ് ഭക്ഷണമായിട്ട് ചെറുങ്ങനെ എന്തെങ്കിലും കഴിക്കാം. എന്ത് ഇതല്ലോ ഇവിടെ. ഞാൻ എനിക്ക് തോന്നുന്നില്ലെങ്കിൽ നൈറ്റ് ഞാൻ ഇങ്ങനെ എന്താക്കുന്നില്ല ചായയും മുട്ട പുങ്ങിയത. പിന്നെ ഞാൻ വരുന്ന വഴി 2 പായെല്ലാം മെയിൻ. പിന്നെ നല്ല തണുപ്പുണ്ടാകും. നമുക്ക് മീത്ത ടോപ്പ് ഇടേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളെ സേഫ്റ്റിൻ്റെ സാധനമെല്ലാം ഉണ്ട്. അതെല്ലാം എടുത്തിന് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങില്ല. ഞാൻ ഇങ്ങനെ ചൂട് കൊടുത്തുണ്ടാവും. എന്തെല്ലാം സൗണ്ട് കേൾക്കുന്നു. കിടത്താൻ വലിയ കംഫർട്ട് ആവില്ലാന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തിൽ കുയ്യേൻ ഇങ്ങനത്തെ സ്ഥലം ഇതിനായിട്ട് കടൻ്റെ സ്ഥലം. ഞാൻ പറഞ്ഞ വണ്ടി കയറാൻ തന്നെ അങ്ങനെ ഭയങ്കര റോഡ് പോയിട്ട്. പിന്നെ നമ്മൾ നോക്കാം രാവിലത്തെ കാഴ്ചകളിൽ എങ്ങനെ നോക്കാമല്ലോ. ബാക്കി സാധനമെല്ലാം എൻ്റെ ഉള്ളിൽ കയറ്റുന്നതിനിപ്പോൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഘു ഭക്ഷണം എന്തില്ലെങ്കിൽ 2 പഴം 2 മുട്ടയെല്ലാം ഉണ്ട്. പിന്നെ പാലുണ്ട്. പിന്നെ ഞാൻ ഇതെടുത്തിന് ഈ സാധനം നമുക്ക് ഒറ്റക്കാണ്ടെങ്കിൽ 2 ആളുണ്ടെങ്കിൽ ഇത് വേണം. ഇത്
വെളി ഭയങ്കര കുറവ്, വെളീൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനൊരു ചായ എല്ലാം വെക്കുന്നതാണ്, ചായ വെച്ചിട്ട് കുടിക്കുന്നത്. തണുപ്പ് നല്ല പോലെ തണുപ്പ് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വെളീൻ്റെ ഭയങ്കര പ്രശ്നം. വെളി എൻ്റെ ഫേസും കൂടി കാണാൻ കഴിയുന്നില്ല, എന്താക്കുന്നറിയില്ല. അപ്പോൾ ഇത് ചാർജ് നിൽക്കുന്നില്ല, ഇത് വലിയ ചോറായിട്ട് പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് തീയെല്ലാം ഇട്ടൊരു ഫയർ ക്യാമ്പിങ് ആക്കി, കണ്ട കെട്ടുപോയി. വെളി അത്ര തന്നെ നിൽക്കുന്നത്. അപ്പോൾ കേസ് ഞാനിതാ കുറച്ച് പായെല്ലാം ഞാൻ കട്ടാക്കിയിട്ട് എടുത്ത് നല്ല കത്തുന്നുണ്ട്. ഗ്യാസ് കുറച്ച് തീരാനായില്ല. കുറച്ച് ഇതിലേക്ക് എണ്ണ കിട്ടാൻ. ഇത് ഒറ്റക്കാകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തരാം. നല്ല ഞാൻ മൈൻഡ് ചെയ്യേണ്ടി വരുന്നല്ല. എണ്ണെല്ലാം തീർന്നല്ലോ ഇത്. പിന്നെ എണ്ണെല്ലാം മെയിറ്റണം. അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഞാനോട്ടൊന്ന് ചിള്ളിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാവാ. ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ടോർച്ച് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ ഫയർ ക്യാമ്പിങ്ങിൻ്റെതാ എങ്ങനെ ഫയറാണെന്നുണ്ടൊക്കെയാ. ഇത്ര മതിയാവും. എനിക്ക് എന്തെങ്കിലും ഇതും ഒരു 2 മുട്ടയും ഒരു പഞ്ചാരെല്ലാം ഇട്ടിട്ട് ഒരു ചായ വെച്ചിട്ട് കുടിച്ചെങ്കിൽ ഞാൻ രാത്രി തിന്നലെല്ലാം കുറവ് തന്നെ. ഞാൻ കുറേ തിന്നുന്ന ആളൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ എന്തെങ്കിലും തിന്നിട്ട് ഇങ്ങനെ കിടക്കലാണ്. ചെറിയ ലെഗ് ഭക്ഷണം തിന്ന ആൾ അതല്ല ഞാൻ എൻ്റെ തടിയിൽ ഇങ്ങനെ തളർന്നിട്ട്. കുറച്ച് അങ്ങനെ ശരിക്കും കായിട്ട് അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ ഈ പഴം നല്ല ബന്ധിട്ട് വന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ഇതിന് എന്താക്കുന്നില്ലെങ്കിൽ ഒരു സ്പെഷ്യലാക്കണം നമുക്ക്. ഏതായാലും മുട്ട ഉണ്ടല്ലോ എൻ്റെ ഇതാ 2 മുട്ടയുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ കൂട്ടുന്നു. ഈ സംഭവം ഈ ഒറ്റക്കിന്നാകുമ്പോൾ ഇങ്ങനത്തെ എല്ലാം ഒന്ന് പ്രശ്നം വരുന്നതാണ്. മുട്ട അതെല്ലാം പിടിക്കണമെങ്കിലും പണി, എല്ലാം പണി തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തീ കുറച്ച് കൂടി ഞാൻ കുറക്കുന്ന തീ. ഇതിനൊന്ന് കൂട്ടണം. ഇതിനൊന്ന് കൂട്ടിയെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തിന് ബെസ്റ്റ് സാധനമാണിത്. അല്ല ഇത് ചോറ് കഴിക്കണമെന്നൊന്നുമില്ലാന്ന്, ഇങ്ങനത്തെ എല്ലാം തിന്നാൽ മതി. ചോറ് കഴിച്ചിട്ട് വേണം കുറേ സമയം വേസ്റ്റാക്കുന്നതിന്. ഉണ്ടോ? ഇതിനൊരു മുട്ട ഞാൻ കൂട്ടുന്നു. മുട്ടൻ്റെ ഇതെല്ലാം ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായി. ഇതെല്ലാം രാവിലെ എടുത്തിട്ട് പോകുമ്പോഴേക്ക് അല്ല, ഞാൻ രാവിലെ പോകുമ്പോഴേക്ക് നമുക്ക് ഇതിനെല്ലാം ഈ വേസ്റ്റ് ഇതെല്ലാം ഞാൻ കൂട്ടൽ കെട്ടിയിട്ട് വെക്കും. അങ്ങനെ എവിടെങ്ങ് പോകുന്ന ബൈലെവിടെങ്ങ് അങ്ങോട്ട് കളയാം. പോകുന്ന ബൈലല്ല ഇപ്പം നല്ലൊരു ചാടാൻ പറ്റിയ സ്ഥലത്തുണ്ടെങ്കിൽ മറ്റയാൾക്ക് ബുദ്ധിമുട്ടാകുന്നതിലൊന്നും ഞാൻ എന്താക്കല്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ നൈറ്റ് സ്പെഷ്യൽ. ഇത് പിന്നെ ഈ ഒറ്റക്കുണ്ടായി ഈ സോളോ ക്യാമ്പിങ്ങിനെല്ലാം ഇതെല്ലാം മതിയാവും. പിന്നെ നമ്മളെ മമ്മൂച്ച വന്നിട്ട് അങ്ങനെ 2 ആളും കൂട്ടിയിട്ട് വീഡിയോ ചെയ്യുന്നെങ്കിൽ ഒരു കോഴിയോ അങ്ങനെ എന്തെങ്കിലും ആക്കാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഇതിലേക്ക് നെയ്യ് കൂട്ടിയെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഞാൻ നെയ്യ് കൂട്ടുന്നു. നെയ്യിൽ ഭയങ്കര കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ട് വരും. അതിനുകൊണ്ട് ഞാൻ നെയ്യെല്ലാം ഉപയോഗിക്കൽ കുറവ്. അതിന് കുറച്ച് പഞ്ചസാര ഇടാം. മതി. ഇത്ര പഞ്ചസാര ഉണ്ടാ മസില്ല. ഇതെല്ലാം ഇട്ടിരുന്ന് ചില്ലി പിടിച്ചിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് ഇതായിട്ടാകുമ്പോൾ ഞാൻ ഇതിനൊക്കെ ഇച്ചിരി ചായ വെച്ചിട്ട് കുടിച്ചിട്ട് പിന്നെ ടെൻറ്റിൽ കയറിയിട്ട് ഒരു കിടത്തം. പിന്നെ ബാക്കി എന്ത് രാവിലത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇടയിൽ കുറേ ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്തെങ്കിലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. എന്തെങ്കിലും ഒരു മുട്ട് നമ്പലായിട്ട് വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോകുന്ന വഴി
ഭയങ്കര വേദന മുട്ടമ്പലത്തിൽ. അങ്ങനെ ഇപ്പോൾ ഇന്ന് കുറച്ച് കുറഞ്ഞത്. പിന്നെ എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അസീസ്റ്റാന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കർണാടക ഭാഗത്തുനിന്ന്. ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ട് അതിൽ ഭയങ്കര അയാൾ വീഡിയോ കണ്ടെങ്കിൽ അയാളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അയാൾ വരാൻ വേണ്ടിയിട്ട് പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരാമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റിയിട്ട. അപ്പോൾ എന്നെ വിളിച്ചെങ്കിൽ പോകണം. അയാൾ എന്നെ വിളിച്ചെങ്കിൽ ഞാൻ പോവും. ഗീസിന് കുറച്ച് നമുക്ക് ചായ ഒക്കെ അത് നമ്മൾ മറ്റേ സാധനം റെഡി ചെയ്യുന്നതാ. വീട് ഞാൻ വെച്ചിന് നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ ഇരുന്നിട്ട് തിന്നതാ. ഡീനെല്ലാം ഒന്ന് സൈഡിൽ ഒതുക്കി വെക്കാനുണ്ടോ കിടക്കാൻ. ഇപ്പോൾ ഞാൻ പിന്നെ തലങ്ങാണി രണ്ടെടുത്തിട്ടില്ല. എന്തെല്ലെങ്കിൽ മമ്മൂച്ച ഉണ്ടെങ്കിൽ ആരെങ്കിലും രണ്ടാളുണ്ടെങ്കിൽ എടുക്കായിരുന്നു. പിന്നെ വെറുതെ നീ ഒറ്റയ്ക്ക് തന്നെ വരുമ്പോൾ അങ്ങനെ ഒരേ തലങ്ങാണി ഞാൻ എടുത്തിനെ. പില്ലോ സൈഡിലാക്കിയിട്ട് എൻ്റെ ജാക്കറ്റെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കഥ. ഇപ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ടൊന്ന് ഒന്നും കൂടി നമുക്കൊരു ചായ വെക്കാമല്ലോ. ചായയൊക്കെ നല്ല ഇതിനൊന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കാം. പിന്നെ ഇങ്ങനെ ആക്കാം. അപ്പോൾ റെഡി ചെയ്യും. തിളക്കിട്ടടെ. ഇപ്പോൾ തണുപ്പ് ഇങ്ങനെ മഞ്ഞ് പോകുന്നതിന് കൊണ്ട് കുറച്ച് സമയം പിടിക്കും. 5 ചായപ്പൊടിയിൽ ഇട്ടേന്. അപ്പോൾ കഴിച്ച് നമ്മളെ ചായ തിളച്ചവാ. ഇനി ഞാൻ നല്ല ചായ കീക്കായതായാലും. അങ്ങനെ ഗെയ്സ് ഇതാ നമ്മളെ ചായ റെഡി. നല്ല റെഡിയായി. നല്ല പാല് കൂട്ടി ചായ കണ്ടോ. ഇനി നമ്മളെ മറ്റേ മുപ്പോട്ട് ഇതാക്കിയ സ്പെഷ്യൽ ഐറ്റം ഇതിന് മുന്നേ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നു. അടിപൊളി ചായ. നല്ല പാലും കറക്റ്റ് പാലുണ്ട്, പഞ്ചാരയുണ്ട്, ചായപ്പൊടി. അതിന് ഹോട്ടലും കൂടി ഇങ്ങനത്തെ ചായ ഇട്ടില്ല. എന്താ പറയുക, ഞാൻ എൻ്റെ സ്പെഷ്യലിൻ്റെ ഞാനൊരു ടേസ്റ്റ് എങ്ങനെ അതിനൊക്കെ ഇട്ട് പറഞ്ഞെങ്കിൽ കളർ എന്നിരിക്കും. അത്ര വാങ്ങി ഒന്നൊരിക്കൽ ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്ക്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് കൂട്ടി കഴിയും. നല്ല വാങ്ങി. ഇതെല്ലാം തിന്നിട്ട് ഞാൻ എന്താക്കുന്നത്, ഞാൻ വല്ല കിടക്കുന്നിടം. ബാക്കി കാഴ്ചയിൽ നമുക്ക് നാളെ കാണാം. കുറച്ച് വീഡിയോ എടുക്കാത്തതിൽ ഭയങ്കര ബേജാറായി. അപ്പോൾ ഗൈസ് ഞാൻ ചായ കുടിച്ച് നമ്മളെ പഴത്തിൻ്റെ സ്പെഷ്യലെല്ലാം തിന്നിട്ട് വയറെല്ലാം ഫുള്ളായി. മോശമല്ല, നല്ല എൻജോയ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സമയം ഒരു 10-11 മണിയോളമായി. നല്ല തണുപ്പ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ മീത്തലത്തെ ടോപ്പെല്ലാം ടെൻറ്റിൻ്റെ ടോപ്പെല്ലാം ഇട്ട്. പിന്നെ നമ്മളെ പാത്രം കാര്യമെല്ലാം പുറത്തുണ്ട്. ആരും പിന്നീട് ഈ മുട്ടക്കുന്നിലേക്ക് വന്നിട്ട് ആരും കൊണ്ടുപോയില്ല. പിന്നെ ഇതാ വാൻ ലൈറ്റ് ഇതാ ഇങ്ങനെ കത്തിച്ചിട്ട് വെക്കും ഞാൻ. പിന്നെ അത് നമ്മളെ ഈ ലൈറ്റൊക്കെ ഇടുമ്പോൾ കിടട്ട്. പിന്നെ അത്ര നേരം തുറന്നിട്ടിട്ട് കുറേ പാറ്റ പ്രാണിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത തരം വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാം കാണാം. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ നമ്മളെ നല്ല സുഹൃത്തുക്കളും കാര്യങ്ങളും അതുപോലെ മുമ്പോട്ട് വീഡിയോ എല്ലാം ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതുക. അപ്പോൾ മുമ്പോട്ടേനും കുറച്ച് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബാക്കി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും രാവിലത്തെ വ്യൂ എല്ലാം നമുക്ക് നാളെ രാവിലെ കാണാം. രാത്രി ആകുമ്പോൾ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ഭയങ്കര മഞ്ഞുണ്ടാവുക. പിന്നെ രാവിലത്തെ ഒരു സൂര്യോദയം കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പാക്കപ്പായിട്ട് പോവാം. പിന്നെ നെക്സ്റ്റ് നല്ലൊരു സ്പോട്ട് കിട്ടിയെങ്കിൽ നമുക്ക് നാളെ ഇൻഷാല്ലാ നമുക്ക് നാളെ ഇടാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വെളി വന്നു. ഇപ്പോൾ ഭയങ്കര രാത്രി തണുപ്പ് നിന്നിട്ട് ഇപ്പം എന്തോ ഒരു തണുപ്പ് തന്നെ. അപ്പോൾ ഇത് പുള്ളി ചണ്ടീര് നോക്കുക, ഫുള്ള് ചണ്ടീനിതാ ഉണ്ട്. ഇതാ മഴ പെയ്ത പോലെ ഇനി ഇതാ. എന്തായാലും പുറത്ത് നോക്കാം, എങ്ങനെ വെളി വന്നിട്ട് എങ്ങനെ ആയി നോക്കട്ടെ. പുറത്തിലത്തെ കാഴ്ച നോക്കാം എങ്ങനെ ഉണ്ട് അല്ലേ.
കണ്ടോ മഞ്ഞ്, നല്ല മഞ്ഞുണ്ട്. ഫുള്ളൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രത്തോളം ഭയങ്കര മഞ്ഞ് കോട. എന്താ ഫുള്ള് കണ്ടില്ല ഇതാ. ഗെയ്സ് ഇതാ നമ്മളെ കട്ടൻ ചായ റെഡി ആയി കൊണ്ടുവന്ന്. പിന്നെ ഇത് ഈ മഞ്ഞിൻ്റെ കൊണ്ട് കുറച്ച് ലേറ്റാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മതി, ഇത്ര തളച്ചാൽ മതി. നല്ല തളച്ച് വേറെ ഗ്ലാസ്സിലാക്കിയിട്ട് പഞ്ചസാരെല്ലാം ഇട്ടിട്ടുണ്ട്, കുടിക്കാം. അപ്പൊ ഗെയ്സ് എൻ്റെ കട്ടൻ ചായ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല മധുരം, കണക്കിന്റെ മധുരം കാര്യങ്ങളെല്ലാം ആയിട്ട്. പിന്നെ നിങ്ങൾക്കൊരു സൂര്യോദയത്തിൻ്റെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ, ഇതാ ഫുള്ള് കോട. ഇപ്പൊ സമയം 7:30 മണിയായി ഉണ്ടോ. ഇപ്പൊ ഇത് ഈ കോടെല്ലാം മാറിയിട്ട് ഇപ്പൊ ഈ സൂര്യനെ കാണുന്നത് നമുക്കറിയില്ല. അപ്പൊ അതിനുകൊണ്ട് സൂര്യോദയത്തിന്റെ ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, കുറെ സമയം ലേറ്റാവും ഈ കോടെല്ലാം പോയിട്ടാകുമ്പോൾ. എനിക്ക് പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണേം പോകണം. അപ്പൊ ഞാനിന് ടെൻ്റെല്ലാം മടക്കിയിട്ട് സാധനം എല്ലാം വെച്ചിട്ട് പാക്കപ്പ് ആക്കിയിട്ട് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്കപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ വാച്ചിങ്.